തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും നിലവിലെ എംഎൽഎയുമായ ആന്റണി രാജു കുറ്റക്കാരൻ. ആന്റണി രാജുവിനെതിരെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം വിധി പറഞ്ഞത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. തിരുവനന്തപുരം CJM കോടതി കേസിൽ അല്പസമയത്തിനകം വിധി പറയും. ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ MLA സ്ഥാനം നഷ്ടമാകുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിന് കൂടി തിരിച്ചടിയാകും. നിരപരാധിയാണെന്നും നിയമപരമായി നേരിടുമെന്നും ആന്റണി രാജു പ്രതികരിച്ചു. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. അതിനുശേഷം AK ആന്റണിയുടെ ഗവൺമെന്റ് കാലഘട്ടം 2002-ൽ 3 DYSPമാരുടെ നേതൃത്വത്തിൽ 8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002-ൽ. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അല്ല, പ്രോസിക്യൂഷന്റെ കേസാണല്ലോ വാദിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം വക്കീല് വാദിക്കും. കോടതിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. യാതൊരു തെളിവും എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. PV അരുൺ വിവരങ്ങളുമായി. അരുൺ, 19 വർഷത്തെ പഴക്കമുള്ള കേസ്, 30ലേറെ തവണ മാറ്റിയ കേസ്, സുപ്രീം കോടതി വരെ ആന്റണി രാജു പോയിട്ടും വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് മടങ്ങിയെത്തിയ കേസ്. അങ്ങനെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയമായും നിയമപരമായും വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ആന്റണി രാജുവിന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. ഈ ഇപ്പോൾ ചേർത്തിട്ടുള്ള കുറ്റങ്ങളിൽ വിധി വരികയാണെങ്കിൽ നിലവിൽ എന്തൊക്കെയാണ് നിയമപരമായ സാധ്യതകൾ? 32 വർഷം പഴക്കമുള്ള കേസാണ്. 1990-ലാണ് ഓസ്ട്രേലിയൻ പൗരൻ സാൽവദോർ സാർലി അടിവസ്ത്രത്തിൽ ഹെറോയിൻ ഓയിൽ ഒളിപ്പിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത്. ആ കേസിൽ അയാളെ പിന്നീട് കോടതി 10 വർഷം തടവിനും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു. അവിടെ നിന്ന് അപ്പീൽ പോവുകയായിരുന്നു പ്രതി. അപ്പീൽ പോകുമ്പോഴാണ് കൃത്രിമം നടന്നത്. അപ്പീൽ പോകുമ്പോൾ ഇയാളുടെ ഒരു ബന്ധു കോടതിയിലെത്തുകയും തന്റെ ബന്ധുവിന്റെ ശിക്ഷിക്കപ്പെട്ട അയാൾക്ക് ഈ കേസിൽ നിന്ന് ഇയാളിന് പിടിച്ചെടുത്ത കേസിന്റെ ആവശ്യത്തിന് ഉപകരിക്കാത്ത വസ്തുക്കൾ, സ്വകാര്യ വസ്തുക്കൾ വിട്ടുനൽകണമെന്ന് കോടതിയിൽ ഹർജി നൽകി. അതിനടിസ്ഥാനത്തിൽ കോടതി സ്വാഭാവികമായും അത്തരം വസ്തുവകകൾ വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴാണ് അതിന്റെ മറവിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി, ഈ സാൽവദോർ സാർലിയുടെ അടിവസ്ത്രം കൂടി കോടതിയിലെ ക്ലർക്കിനെ സ്വാധീനിച്ച് ഈ പ്രതിയുടെ അഭിഭാഷക ജൂനിയറായിരുന്ന ആന്റണി രാജു അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും അതിൽ അളവിൽ വ്യത്യാസം വരുത്തുകയും ചെയ്തു. സ്റ്റിച്ച് ചെയ്ത് ഇയാൾക്ക് പാകമല്ലാതാക്കി മാറ്റി ആ അടിവസ്ത്രം. അത് പിന്നീട് ഹൈക്കോടതിയിൽ കേസ് പോകുമ്പോൾ അവിടെ നിർണായകമായ തെളിവായി മാറുകയായിരുന്നു. ഇയാൾ ഈ അടിവസ്ത്രം ധരിച്ചിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഇയാളുടെ പേരിൽ കേസ് നിലനിൽക്കുമെന്ന ചോദ്യമാണ് ഹൈക്കോടതിക്ക് മുൻപാകെ വന്നത്. കോടതി ആ തെളിവ് തന്നെ പരിഗണിച്ചുകൊണ്ട് ഇയാളെ വെറുതെ വിടുകയായിരുന്നു. മറ്റൊരു കേസിൽ ഇയാൾ വീണ്ടും ജയിലിലാകുന്നു. ആ ജയിലിൽ കിടക്കുമ്പോഴാണ് ഈ സാൽവദോർ സാർലി എന്ന ഓസ്ട്രേലിയൻ പൗരൻ തന്റെ സഹ തടവുകാരനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. താൻ മറ്റൊരു കേസിൽ രക്ഷപ്പെട്ടത് ഈ തരത്തിലാണ്, ഈ രീതിയിലാണ്. അതായത് തന്റെ അടിവസ്ത്രം മാറ്റി അഭിഭാഷകൻ തന്നെ രക്ഷിക്കുകയായിരുന്നു പറയുന്നു. അത് പിന്നീട് പോലീസിലേക്ക് വിവരം ചോർന്നു കിട്ടുന്നു. വിജിലൻസ് അന്വേഷണം ആരംഭിക്കുന്നു. ഇയാൾ പറഞ്ഞത് ശരിയെന്ന് കണ്ടെത്തൽ വരുന്നു. അങ്ങനെയാണ് കേസ് വീണ്ടും അന്വേഷിക്കുന്നത്. 2005-ൽ ആന്റണി സർക്കാരിന്റെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ആ സർക്കാരിന്റെ അവസാന കാലത്ത് 2006 ആകുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഫെബ്രുവരിയിൽ ഈ കേസിൽ പുനരന്വേഷണം നടത്താൻ തീരുമാനമാകുന്നു. അന്ന് 3 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ നേരത്തെ വിജിലൻസ് ആന്റണി സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് കണ്ടെത്തിയവരല്ല പ്രതികൾ. യഥാർത്ഥ പ്രതികൾ ആന്റണി രാജുവും ഈ ജോസ് എന്ന കോടതി
തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന മുറിയിലെ ക്ലർക്കുമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി രാജു പ്രതി ചേർത്ത് 2006 കുറ്റപത്രം നൽകുന്നത്. അതിലാണ് ഇപ്പോൾ കോടതിയിൽ അന്വേഷണം പൂർത്തിയായിരിക്കുന്നത്, വാദം പൂർത്തിയായിരിക്കുന്നത്. 2014 കേസ് ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി, ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി, നെടുമങ്ങാട്ടെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നത് വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ എന്ന് കരുതിയാകണം. പക്ഷേ പലതവണ ഏതാണ്ട് 30 തവണയേറെ കേസ് മാറ്റിവെക്കപ്പെട്ടു. കുറ്റപത്രം റദ്ദ് ചെയ്യണം, കേസ് കോഷ് ചെയ്യണമെന്ന ആവശ്യവുമായി ആന്റണി രാജു സുപ്രീം കോടതി വരെ സമീപിച്ചു. പക്ഷേ അവിടെയൊക്കെ ആന്റണി രാജു തിരിച്ചടി ഉണ്ടായി. ഇതിനിടെ അദ്ദേഹം 2 തവണ MLA ആയി. 2006 ഇതേ കേസിന്റെ പേരിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. അന്ന് VS അച്യുതാനന്ദന്റെ കടുത്ത നിലപാടുകളാണ് ആന്റണി രാജുവിന് സീറ്റ് നിഷേധിക്കാനുള്ള കാരണമായി മാറിയത്. പക്ഷേ 2021 14 അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുന്നു. 21 വീണ്ടും മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. 2.5 വർഷക്കാലം 2ാം പിണറായി മന്ത്രിസഭയെ അദ്ദേഹം മന്ത്രിയായി മാറുന്നു. ഒടുവിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കെ ആഴ്ചകൾക്കപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ കേസിൽ ആന്റണി രാജു കുറ്റക്കാരെന്ന് കണ്ടെത്തുകയാണ്. 3 വർഷത്തിന്മേൽ ശിക്ഷ വിധിച്ചാൽ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാകും. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനാകില്ല. അദ്ദേഹം കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ കോടതിയിൽ ഇത് 10 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന ജീവപര്യന്തം അടക്കം അടക്കം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആന്റണി രാജു ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കോടതിക്ക് അതിനുള്ള ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചത്. അതുകൊണ്ട് തിരുവനന്തപുരം CJM കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതിൽ ഉപ ഹർജിയാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായും ആന്റണി രാജു കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജാമ്യം സ്വാഭാവികമായും റദ്ദാകും. ഇനി 3 വർഷം താഴെയുള്ള ശിക്ഷയാണ് കോടതി വിധിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇവിടെ നിന്ന് ജാമ്യമെടുത്ത് പുറത്തു പോകാൻ കഴിയും. അല്ലെങ്കിൽ ഈ കോടതി കൂടുതൽ ശിക്ഷ വിധിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ, അങ്ങനെയുള്ള ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും CJM കോടതിയിലേക്ക് മാറ്റും. അങ്ങനെയെങ്കിലും ആന്റണി രാജുവിന്റെ ജാമ്യം റദ്ദാക്കപ്പെട്ടേക്കാം. കോടതിയാണതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. എങ്കിൽ അദ്ദേഹത്തെ ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റിയേക്കും. പിന്നീട് CJM കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏതായാലും വളരെ നിർണായകമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആന്റണി രാജു കോടതിയിൽ എത്തിയിട്ടുണ്ട്. കോടതിയിലേക്ക് കയറും മുമ്പാണ് അദ്ദേഹം ഈ നിർണായകമായ പ്രതികരണം ഒരു മുതിർന്ന തിരുവനന്തപുരം ബാറിലെ മുതിർന്ന അഭിഭാഷകൻ കൂടി ആന്റണി രാജു പറയുന്നത്. നിരപരാധികളും കേസുകൾ ശിക്ഷിക്കപ്പെടാം, അപരാധികൾ മാത്രമല്ല, കുറ്റം ചെയ്തവർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്, നിരപരാധികളും ശിക്ഷിക്കപ്പെടാം. അത്തരത്തിലൊരു നിരപരാധിയാണ് താൻ. അത്തരത്തിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന അവസാന തെളിവാണ്, ഇരയാണ് താനെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു കോടതിയിലേക്ക് തന്റെ വിധി കേൾക്കാൻ പോയത്. വിധി എന്ന് പറയുമ്പോൾ ഇത് കേസിന്റെ മാത്രം വിധിയാകില്ല. ഒരുപക്ഷെ ആന്റണി രാജു എന്ന മുൻ മന്ത്രിയുടെ, നിലവിൽ MLA-യുടെ, രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഇന്നിംഗ്സിന്റെ അന്ത്യം കുറിക്കുന്ന വിധിയായി ഇത് മാറുമോ എന്നാണ് അറിയേണ്ടത്. വളരെ നിർണായകമാണ് ആന്റണി രാജുവിന്. സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കെതിരെ ഉപയോഗിക്കപ്പെടുമെന്ന ഉറപ്പാണ്. കാരണം അത് ഇടതുമുന്നണി പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മന്ത്രിയാണ്, MLA ആണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അഭിഭാഷക സമൂഹത്തിനിടെ നടക്കുന്ന തികച്ചും അധാർമികമായ ഇടപാടുകൾ അതിന്റെ കൂടി തെളിവായി ഇതിനെ കാണേണ്ടതുണ്ട്. ഒരു അഭിഭാഷകൻ തന്റെ പ്രതിയെ രക്ഷിക്കാൻ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കുമെന്നതിന്റെ തെളിവായി കൂടി ഈ കേസിനെ കാണേണ്ടതുണ്ട്. അത്തരത്തിലാണ് തന്റെ പ്രതിയെ രക്ഷിക്കാൻ കോടതിയെ കൂടി കബളിപ്പിച്ചുകൊണ്ട്, കോടതിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അയാളുടെ വസ്തുവകകൾ വിട്ടുകൊടുക്കാൻ എന്ന ഉത്തരവിന്റെ മറവിൽ ഈ യഥാർത്ഥ തെളിവിനെ, യഥാർത്ഥ തൊണ്ടി മുതലിനെ അതിൽ ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അതിൽ വ്യാജമായി അതിന്റെ ആ തൊണ്ടി മുതൽ മാറ്റി കൃത്രിമമായ തൊണ്ടി മുതൽ കൊണ്ട് വച്ചു എന്ന് വേണം കാണാൻ. അതൊരു അഭിഭാഷകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കൂടിയാണ്. ആ ഒരു വശം കൂടി ഈ കേസിലുണ്ട്. അരുൺ, ഒരുപക്ഷെ ഒരു സിനിമാ തിരക്കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. ഇങ്ങനെ തൊണ്ടി മുതൽ മാറ്റിവെച്ചു, അതിനെ തുടർന്ന് ഈ പ്രതി കുറ്റവിമുക്തനാക്കപ്പെട്ടു. ഇവിടെ നിന്ന് അയാൾ തിരികെ ഓസ്ട്രേലിയയിൽ പോകുന്നു. അവിടെ വെച്ചൊരു സഹതടവുകാരനോട്, മറ്റൊരു കേസിൽപ്പെട്ട് സഹതടവുകാരനോട് ഇത് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്ന ഇത്രയും വർഷം നീണ്ടൊരു നിയമ പോരാട്ടം, അവിശ്വസനീയമായ വിധത്തിൽ പലപ്പോഴും ഈ കേസ് ഇല്ലാതായി പോയിടത്തുനിന്ന് തിരിച്ചു വന്നൊരു കേസ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിയമപരമായി ഈ കേസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, പ്രത്യേകതകളുണ്ട്? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വളരെ പ്രത്യേകതകളുള്ള ഒരു കേസ് തന്നെയാണ്. വളരെ നിയമപരമായ വളരെ അപൂർവമായ ഒരു കേസ് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു അഭിഭാഷകൻ തന്റെ പ്രതിയെ, പലപ്പോഴും അത്തരം ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല അഭിഭാഷകരുടെയും വീരേതിഹാസങ്ങളായി ഇത്തരം കഥകൾ, തെളിവുകൾ മാറ്റുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ രീതിയിൽ ചില പ്രശസ്തമായ സിനിമകളും ഈ ആന്റണി രാജു ഇപ്പോൾ പ്രതിയായ കേസിലെ അതേ സാഹചര്യത്തിലുള്ള പല പ്രശസ്തമായ സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് യഥാർത്ഥത്തിലും നടന്നിട്ടുള്ളതാണ്. അത്ര യാഥാർത്ഥ്യങ്ങളും
നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള തെളിവായി കൂടി ഇത് മാറുകയാണ്. അത്തരമൊരു കേസിലാണ് വിധി പറയുന്നത്. പലതവണ ഇല്ലാതായി പോയെന്ന് കരുതിയൊരു കേസാണ്. 32 വർഷങ്ങൾക്ക് ശേഷം അത് തെറ്റ് തന്നെയാണ് സംഭവിച്ചത്, അവിടെ കൃത്യം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞു വരുന്നത്. അത് നിയമ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും അത്തരത്തിൽ പഠനവിധേയമാകാവുന്ന ഒരു കേസ് തന്നെയാണ്. ഇത്തരം കേസുകളും നമ്മുടെ സമൂഹത്തിനിടയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അപൂർവം മാത്രമേ അത്തരം കാര്യങ്ങൾ ശിക്ഷ വിധിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമപരമായും നിയമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായും ഈ കേസിന്റെ വിധി മാറും. അവിടെ കൗതുകരമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ യാദൃച്ഛികമെന്ന് പറയട്ടെ, അതിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗമാണ് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ കുറ്റം ചെയ്യുമ്പോൾ അദ്ദേഹം MLA അല്ല, സാമാജികനല്ല. പക്ഷേ പിന്നീട് 2 തവണ ഈ കേസിൽ പ്രതിയായ അദ്ദേഹം ഒരു സാമാജികനായി മാറി എന്നതുകൂടിയാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം. നിയമം നിർമ്മിക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിന്റെ തെളിവാണ്. പലപ്പോഴും പല ക്രിമിനൽ കേസുകളിലും സാമാജികരും നേതാക്കളുമൊക്കെ അകപ്പെടാറുണ്ട്. രാഷ്ട്രീയ പ്രതിയുടെ ഭാഗമായി അത്തരം കേസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രതിയുടെ ഭാഗമായി ഉണ്ടായ കേസല്ല, അദ്ദേഹത്തിന്റെ തൊഴിൽപരമായി ഉണ്ടായ കേസാണ്. അതിലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട വക്കിലേക്ക് ആന്റണി രാജു എത്തുന്നത്. ഒരുപക്ഷെ ഇവിടെ ആ ശിക്ഷ 3 വർഷത്തിൽ താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും രക്ഷപ്പെടാം, അദ്ദേഹത്തിന് വീണ്ടും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം. പക്ഷേ എങ്ങനെയാണ് കോടതി വിധിക്കാൻ പോകുന്നതാണ് നീ അറിയേണ്ടത്. അത് ഈ കേസിലെ വിധി മാത്രമല്ല, ആന്റണി രാജു എന്ന രാഷ്ട്രീയ നേതാവിന്റെ വിധിയായി കൂടി മാറും. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ കേരളത്തിന് ഏറ്റവും പ്രത്യേകതകളുള്ള ഒരു കേസ്, രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ സംഭവിച്ച ഒരു കേസിലാണിപ്പോൾ വിധി വരാൻ പോകുന്നത്. അതിൽ ഏറ്റവും നിർണായകമാവുന്നത് ആന്റണി രാജു എന്ന മുൻ മന്ത്രി, നിലവിൽ MLA, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തനായ അഭിഭാഷകരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഈ ഭാവിക്കൊക്കെ എന്ത് സംഭവിക്കും, എന്ത് വിധിയാണ് അക്കാര്യത്തിൽ വരാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം.